ഹായ്, ഞാൻ റാഫിയ. ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ സൈലത്തിൽ ACCA+BCom ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ACCA+BCom ചെയ്യാനുള്ള കാരണം നമുക്കൊരു പ്രൊഫഷണൽ എഡ്യൂക്കേഷനും കിട്ടും, പ്ലസ് നമുക്കൊരു ഡിഗ്രിയും കൂടി രണ്ടും കൂടി ഒരുമിച്ച് കുറഞ്ഞ ടൈമിൽ കിട്ടും. ഞാൻ ACCA+BCom സെലക്ട് ചെയ്ത ടൈമിൽ ഒരുപാട് എൻക്വയറി ചെയ്തു എല്ലാ എഡ്യൂക്കേഷണൽ പ്ലേസിലും. അപ്പോൾ സൈലാണ് പിന്നെയും അഫോർഡബിൾ ഫീസിലും പ്ലസ് അത്യാവശ്യം നല്ല രീതിയിലും ക്ലാസ്സും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തോന്നി. അപ്പോൾ ഞാൻ സൈലം കൊമേഴ്സ് പ്രോ തന്നെ തിരഞ്ഞെടുത്തു. പിന്നെ ഇവിടുത്തെ ക്ലാസ്സൊക്കെ പറയുകയാണെങ്കിൽ എല്ലാം അടിപൊളിയാണ്. ഇപ്പം ഫാക്കൽറ്റീസ് ആയാലും കോർഡിനേറ്റേഴ്സ് ആയാലും മെൻറ്റേഴ്സൊക്കെ ആയാലും ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ അറ്റ് ടൈം നമുക്ക് വേഗം എല്ലാ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് എല്ലാത്തിലും കൂടെ ഉണ്ടാവും. അപ്പോൾ FA ഞങ്ങൾക്ക് എടുത്തിൻ്റെ ഫാക്കൽറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിന് അധികം ടൈം ഉണ്ടായിരുന്നില്ല. പക്ഷേ അത്രയും ടൈം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ ടോപ്പിക്സ് കവർ ചെയ്ത് അതിൻ്റെ BPP കപ്ലാൻ എല്ലാം ചെയ്ത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് സാറ് വിട്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പാസ് റേറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സ് ആയാലും ഭയങ്കരമായിട്ട് സപ്പോർട്ടീവായിരുന്നു. മാം എല്ലാത്തിനും നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് വീക്ക്ലി എക്സാം, മന്ത്ലി എക്സാം, മോക്ക് എക്സാം എല്ലാം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് റിവൈസ് ചെയ്യാനൊക്കെ കഴിയും. ഇനി അഥവാ അതിൽ മാർക്ക് കുറഞ്ഞാലും ഒരു കൂടുതൽ നമുക്ക് ഒപ്പം നിന്നിട്ട് എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് ഒക്കെ റെഡിയാക്കി തന്നു. BCom + ACCA ആകുമ്പോൾ നമുക്ക് പ്രോഗ്രാംസ് ഒന്നും അധികം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ബട്ട് ഇവിടെ വന്നപ്പോൾ നമുക്ക് ഓണം ഉണ്ടായിരുന്നു, ക്രിസ്മസ് ഉണ്ടായിരുന്നു, നമുക്ക് നോമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ എല്ലാ പരിപാടിയും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കറൻ്റ്ലി ഞാൻ BCom ഫസ്റ്റ് സെം കഴിഞ്ഞു. അതുപോലെ ACCA 3rd പേപ്പർ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ബാക്കി പേപ്പേഴ്സും അതുപോലെ ബാക്കി സെമ്മും ഒരുപോലെ തന്നെ കൊണ്ടുപോകാൻ കഴിയുന്ന കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് സൈലം എടുത്തുകൊണ്ട്.